രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിൽ ഉറച്ച CPIയും BJPയും പാർട്ടി നടപടിയിൽ ഒതുക്കേണ്ട വിഷയമല്ലെന്നും രാഹുൽ ചെയ്ത തെറ്റിൽ കോൺഗ്രസിന്റെ തുടർ നടപടി വിശദീകരിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. അതേസമയം രാഹുലിന്റെ രാജിക്കപ്പുറം മറ്റൊരു നിലപാടില്ലെന്നാണ് BJP സമീപനം. ദീപക് മലയമ്മ നൽകും വിശദാംശങ്ങൾ. ദീപക്, വലിയ പ്രതിഷേധങ്ങൾ തന്നെ നടക്കുകയാണ്. ഇതിലിപ്പോഴും പാലക്കാട് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നു എന്നുള്ളതാണ്. പാർട്ടിക്കകത്ത് മാത്രം നടപടി പോരല്ലോ, വലിയൊരു സമൂഹമുണ്ടല്ലോ. അവരാവശ്യപ്പെടുന്ന ഒരു നടപടി എന്തുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള കാര്യത്തിൽ ഉണ്ടാവുന്നില്ല, എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും മറ്റു പാർട്ടികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഷ്നി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാടിനെ സംബന്ധിച്ചൊരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അതിലേറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വരുന്ന സാഹചര്യം രൂപപ്പെടുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ അത്ര കണ്ട ഒരു ഇമേജ് വളർത്തിയെടുത്തിട്ടുള്ള ആൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ പിന്നീട് ലൈംഗികാരോപണം ഉൾപ്പെടെ ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം MLA സ്ഥാനം വഹിക്കുന്ന ഒരാൾ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും CPIയും BJPയും മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ CPM ഈ കാര്യത്തിൽ നേരത്തെ ഒരു മൃദു സമീപനമാണ് തുടക്കത്തിൽ സ്വീകരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനും സാധിക്കും. കഴിഞ്ഞ ദിവസം LDF കൺവീനർ TP രാമകൃഷ്ണൻ നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ നിന്ന് തന്നെ അത് വ്യക്തവുമാണ്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുന്നു. അതിന് പിന്നാലെ മറ്റു നടപടികളിലേക്ക് പോകുന്നത് കോൺഗ്രസ് സസ്പെൻഷൻ എന്നതിലേക്ക് കൊണ്ടുപോകുന്നു. അതിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടം MLA എന്നുള്ള നിലയ്ക്ക് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ആ ആവശ്യത്തിനോട് CPMന് അകത്തുള്ള മറ്റു വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ള സമീപനമാണ് പൊതുവെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. അതിനപ്പുറത്ത് പൊതുജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് എന്ത് തുടർ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായി എന്നുള്ളത് വിശദീകരിക്കണം എന്നുള്ള നിലപാടാണ് LDF സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ സഭാ സമ്മേളനം ഈ വരുന്ന 15-ാം തീയതി മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ആ ഘട്ടത്തിൽ സഭയിലേക്ക് രാഹുലിന് കടന്നു വരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് കോൺഗ്രസ് ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ സ്പീക്കറുടെ അടക്കം പ്രതികരണം വന്നതാണ്. അത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒന്നും തന്നെ വരാത്ത പശ്ചാത്തലത്തിൽ രാഹുലിന് അങ്ങനെ സഭയിലേക്ക് വരുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതേസമയം തന്നെ LDF ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് ഒരു യോഗം കൂടി ചേർന്ന ശേഷം ആലോചിച്ച ഒരു തീരുമാനം പറയാമെന്നുള്ളതാണ്. അതായത് സഭയിലേക്ക് ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾ കടന്നു വരേണ്ടതുണ്ടോ എന്നുള്ളത് കൂടിയാലോചനകളിലൂടെ തീരുമാനിക്കും. അത്തരത്തിൽ സമരമുഖങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ പാലക്കാടിന്റെ പ്രത്യേക സവിശേഷ സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPIയും ഒപ്പം തന്നെ BJPയും ശക്തമായ സമരങ്ങളാണ് ജില്ലയിലുടനീളം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 13ഓളം സമരങ്ങൾ പോഷക സംഘടനകളെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് ഇതിനോടകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഔദ്യോഗിക പരിപാടിക്ക് രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് വരികയാണെങ്കിൽ പൂർണ്ണമായും അത് തടയും എന്നുള്ള നിലപാട് BJP സ്വീകരിക്കുന്നു. അതേസമയം മറുവശത്ത് DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ CPMന്റെ പോഷക സംഘടനകളൊക്കെ തന്നെ സമാനമായ രീതിയിൽ യുവതി സംഗമങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളിലേക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നിലവിൽ MLA പദവി വഹിക്കുന്നയാൾ നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിവരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ DYFI എടുത്തിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിൽ കാലുകുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തടയും എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഇങ്ങനെ കൃത്യമായി രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ഈ വിഷയത്തിൽ ഒരു നിലയ്ക്കും MLA എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തുടരാനുള്ള അർഹതയില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അത്ര കണ്ട് എളുപ്പമാകില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ആരോപണങ്ങൾ ദിനം പ്രതി ഏറി വരുന്ന സാഹചര്യമുണ്ട്, അതിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യമുണ്ട്. ആ നിലയ്ക്കൊക്കെ തന്നെ ഒരു കുടുക്കിലേക്ക് രാഹുൽ എത്തുന്ന ഘട്ടത്തിൽ അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലപാട് CPMും BJPയും സ്വീകരിക്കുന്നു. ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ പോലും അതിനെ നേരിടാൻ തയ്യാറാണ് എന്നുള്ളത് LDF കൺവീനർ ഉൾപ്പെടെ വീണ്ടും ആവർത്തിച്ച് പറയുന്ന സാഹചര്യം ഉൾപ്പെടെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശക്തമായ സമരം എന്നതിൽ കവിഞ്ഞൊന്നും തന്നെ BJPയും ഒപ്പം തന്നെ CPMും കണക്കുകൂട്ടുന്നില്ല. അതിലൊരു പടി കൂടി കടന്ന് BJP പറയുന്നത് രാജിയല്ലാതെ മറ്റു മാർഗം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻപിലില്ല എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ച് BJPയുടെ A ക്ലാസ് മണ്ഡലവും കൂടിയാണ് പാലക്കാട് എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്ക് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികകാലം ബാക്കിയില്ല. ആ സാഹചര്യത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതെ രാഹുൽ മാറിപ്പോയാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച ഗുണകരമാകും. അല്ലാത്ത പക്ഷം CPMും BJPയും ശക്തമായ സമരമുഖവുമായി മുന്നോട്ട് പോകുന്നതും കാണേണ്ടി വീണ്ടും. ഒരുപാട് പ്രതിസന്ധികളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി വിവിധ പാർട്ടികൾ ആവശ്യപ്പെടുമ്പോഴും രാജി സംഭവിച്ചാൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ തന്നെ പാലക്കാടിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറി മറിയുമോ എന്നുള്ള ആശങ്കകൾ, അതിനൊപ്പം തന്നെ മണ്ഡലത്തിലേക്ക് വരാൻ കഴിയാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോലും കഴിയാതെ MLA നിൽക്കുന്നു, MLA രാജിവെക്കുന്നുമില്ല. വല്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ഈ സമകാലിക സംഭവങ്ങൾ മാറിയിരിക്കുന്നത്.